എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2025 ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരം മാർച്ച് 9 ദുബായ് ഗ്രൗണ്ടിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ നടക്കും. സെമിഫൈനലിൽ ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. കിവി ടീം ദക്ഷിണാഫ്രിക്കയും. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇരു ടീമുകളും തമ്മിലുള്ള ഫൈനൽ മത്സരം 2000ത്തിന്റെ തുടക്കത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂസിലൻഡ് ടീം വിജയിച്ചു. ഇത്തവണ ടീം ഇന്ത്യ പ്രതികാരം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇറങ്ങുന്നത്. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ഫൈനൽ മത്സരം ആരംഭിക്കും. ഇന്ത്യ ഒരിക്കലും ICC നോക്കൌട്ടിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ വിജയരഥത്തിൽ സഞ്ചരിക്കുന്ന ഇന്ത്യൻ ടീമിന് ചരിത്രം സൃഷ്ടിക്കണമെങ്കിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യേണ്ടിവരും. 7 മാസം മുമ്പാണ് ഇന്ത്യ 2024 T20 ലോകകപ്പ് നേടിയത്. അത്തരമൊരു സാഹചര്യത്തിൽ 8 മാസത്തിനുള്ളിൽ രണ്ടാം തവണയും ചാമ്പ്യന്മാരാകാൻ ടീമിന് അവസരമുണ്ട്. ഇനി നമുക്ക് മത്സരത്തിന്റെ പ്ലേയിംഗ് 11 ഒന്ന് പരിശോധിക്കാം. മത്സരത്തിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ സഖ്യം ഇറങ്ങും. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ശുഭ്മാൻ ഗിൽ മികച്ച ഫോമിലാണ്. ഒരു സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. അതേസമയം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വേഗത്തിൽ റൺസ് നേടിയിട്ടുണ്ട്. സൂപ്പർ താരം വിരാട് കോഹ്ലി 3-ാം നമ്പറിൽ എത്തുമെന്ന് ഉറപ്പാണ്. പാകിസ്ഥാനും ഓസ്ട്രേലിയക്കുമെതിരായ മത്സരങ്ങളിൽ കോഹ്ലി മികച്ച ഇന്നിംഗ്സ് കളിച്ചു ഒറ്റയ്ക്ക് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യർ ഇറങ്ങും. അക്ഷർ പട്ടേൽ 5-ാം നമ്പറിൽ എത്തും. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ടീം മാനേജ്മെന്റ് അക്സറിനെ ബാറ്റ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ KL രാഹുൽ 6-ാം നമ്പറിൽ കളിക്കും. ഫാസ്റ്റ് ബൌളിംഗിന്റെ നിയന്ത്രണം മുഹമ്മദ് ഷമിയുടെ കൈകളിൽ തന്നെ തുടരും. ഹാർദിക് പാണ്ഡ്യയും ഹർഷിത് റാണയും ഷമിയെ പിന്തുണയ്ക്കാൻ ഉണ്ടാകും. സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. കുൽദീപ് യാദവിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെ പരീക്ഷിക്കാം. സെമിഫൈനലിൽ കുൽദീപിന് ഒരു വിക്കറ്റ് പോലും ലഭിച്ചില്ല. ബൌളിംഗിനു പുറമെ ബാറ്റിംഗിലും അദ്ദേഹം കഴിവുള്ളവനാണ്. കൂടാതെ രവീന്ദ്ര ജഡേജയും ടീമിൽ ഉണ്ടാകും. ടൂർണമെന്റിൽ ഇതുവരെ ഒരു മത്സരവും ഇന്ത്യൻ ടീം തോറ്റിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ രോഹിതിന് കിരീടം നേടാൻ നല്ല അവസരമുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.